എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 31ാമത്തെ ദശകം മഹാബലിദർപ്പ ശമനം. അതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ കേൾക്കാം. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 31 മഹാബലിദർപ്പ ശമനം. ഭഗവാൻ വാമനമൂർത്തിയായി അവതരിച്ചതും വാമനമൂർത്തിയായ ഭഗവാൻ മഹാബലിയുടെ യാഗശാലയിലേക്ക് ചെല്ലുന്നതും എല്ലാമാണ് നാം കഴിഞ്ഞ ദശകത്തിൽ കണ്ടത്. തൻ്റെ യാഗശാലയിൽ എത്തിയ ആ ബ്രാഹ്മണ കുമാരനെ അത്യധികം സന്തോഷത്തോടുകൂടി ആദരപൂർവം മഹാബലി സ്വീകരിച്ചു. ആ ബ്രാഹ്മണ കുമാരന്റെ ശരീരത്തിൽ നിന്ന് തേജസ് പ്രവഹിക്കുന്നതായിട്ടാണ് മഹാബലിക്ക് തോന്നുന്നത്. തേജസ്സുള്ള ആ ബ്രാഹ്മണ കുമാരനെ സർവപ്രകാരവും സന്തോഷിപ്പിക്കുന്നതിനായി മഹാബലി തീരുമാനിച്ചു. അങ്ങനെ മഹാബലി വാമനമൂർത്തിയോട് ആഗ്രഹം എന്തു തന്നെയായാലും അത് നൽകുന്നതാണ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുള്ളത്. പ്രീത്യാദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാത് സർവഥാപി ത്വാമാരാധ്യന്നജിത രജയന്നഞ്ജലിം സഞ്ജഗാത മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. തൻ്റെ യാഗശാലയിലെത്തിയ ആ തേജസ്സുള്ള ബ്രാഹ്മണ കുമാരന്റെ മുമ്പിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് മഹാബലി പറഞ്ഞു, അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ അങ്ങയ്ക്ക് എന്താണ് തരേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, എല്ലാം ഞാൻ തരാം. ധനം വേണമോ? വീട് വേണമോ? ഭക്ഷണ പദാർത്ഥങ്ങൾ വേണമോ? ഭൂസ്വത്തുക്കൾ എന്തെങ്കിലും വേണമോ? അതല്ല സ്വർണം, ആന, തേര്, കുതിര, ഇങ്ങനെ വസ്തുക്കളുടെ ഒരു നീണ്ട നിര തന്നെ വാമനമൂർത്തിയുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് മഹാബലി. എന്നിട്ട് പറഞ്ഞു, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞാൻ എല്ലാം തരുന്നതാണ്. ഇവിടെ മഹാബലി എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് ഒരു അഹങ്കാരത്തോടെയാണ് പറയുന്നത്. കാരണം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സൗഭാഗ്യം, താൻ ഈ 3 ലോകത്തിനും നാഥനായിട്ടിരിക്കുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. ഈ വസ്തുക്കളെല്ലാം ഭഗവാന്റേതാണ് എന്ന് മഹാബലി ചിന്തിക്കുന്നില്ല. പകരം ഇതെല്ലാം തൻ്റേതാണ്, എല്ലാറ്റിനും അധിപനായിരിക്കുന്നത് താൻ തന്നെയാണ്. അതുകൊണ്ട് തനിക്ക് എന്തും നൽകാൻ സാധിക്കും എന്നുള്ള ഒരു അഭിമാനത്തോട് കൂടിയിട്ടാണ് മഹാബലി വാമനമൂർത്തിയോട് പറയുന്നത്. അപ്പോൾ നാം ഇവിടെ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാം ഭഗവാന്റേതാണ് എന്ന് കരുതി ജീവിക്കാൻ പഠിക്കണം. എല്ലാം ഞാൻ തരാം എന്ന ഈ ഒരു വാക്ക് യഥാർത്ഥത്തിൽ സത്യമാകാൻ പോകുന്ന കാര്യം മഹാബലി അപ്പോൾ അറിഞ്ഞിരുന്നില്ല. വാമനമൂർത്തി 3 അടി മണ്ണാണ് ആവശ്യപ്പെടുന്നത്. താമക്ഷീണാം ബലിഗിരമുപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതം പ്രാർത്ഥയാമാസിധത്വം സർവം ദേഹീതിതു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത്. ഈ 3 ലോകത്തിൻ്റെയും നാഥൻ താൻ തന്നെയാണ് എന്ന അഹങ്കാരത്തോടുകൂടി മഹാബലി എന്തു വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വാമനമൂർത്തി ഉദ്ദേശിച്ചു, മഹാബലിയുടെ ഈ അഹങ്കാരത്തെ ഒന്ന് ശമിപ്പിക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ വാമനമൂർത്തി ചെയ്തത് അസുരവംശത്തെ മുഴുവൻ പ്രശംസിക്കുകയാണ്. അതായത് മഹാബലിയുടെ അച്ഛനായ വിരോചനനെയും മുത്തച്ഛനായ പ്രഹ്ലാദനെയും പുതുമുത്തച്ഛനായ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നിവരെയും എല്ലാം പ്രശംസിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ പ്രശംസിച്ചത്? മഹാബലിയുടെ ആ അഹങ്കാരത്തെ ഒന്ന് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഭഗവാന്റെ ഉദ്ദേശം മഹാബലിയുടെ അഹങ്കാരത്തെ ഒന്ന് വർദ്ധിപ്പിച്ച ശേഷം അതിനെ ശമിപ്പിക്കണം എന്നായിരുന്നു. അതിനുശേഷം ഭഗവാൻ തൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാൻ പറ്റുന്ന 3 അടി മണ്ണ് മഹാബലിയോട് ആവശ്യപ്പെടുന്നു. മഹാബലി അഹങ്കാരത്തോടെ ഭൂമി മുഴുവൻ തരാമെന്ന് പറയുന്നതാണ് 3ാമത്തെ ശ്ലോകത്തിൽ. വിശ്വേശം താം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിമമൂന്യേത്യാലപത്വാം സദൃപ്യൻ യസ്മാദർപ്പാ ത്രിപദ പരിപൂർത്യ ക്ഷമ
ക്ഷേപവാദാൻ ബന്ധം ചാസാവകമതദർഹോപി ഗാഢോപശാന്ത്യൈ. വാമനമൂർത്തി തൻ്റെ പാദം കൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി മണ്ണ് മാത്രം മതി എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതൊരു കുറച്ചിലായിട്ടാണ് മഹാബലിക്ക് തോന്നുന്നത്. ഈ 3 ലോകങ്ങളുടെയും നാഥനായിട്ടിരിക്കുന്ന തന്നോട് ഈ വെറും 3 അടി മണ്ണാണോ ആവശ്യപ്പെടുന്നത്? അതൊരു കുറച്ചിലായിട്ട് മഹാബലിക്ക് തോന്നി. എന്നിട്ട് മഹാബലി പറയാണ്, എന്നെപ്പോലുള്ള രാജാക്കന്മാരുടെ അടുത്ത് വന്ന് ഒരു മൊട്ടുസൂചി ചോദിക്കുന്നത് പോലെയല്ലേ ഈ 3 അടി മണ്ണ് ചോദിക്കുന്നത്? കാരണം വാമനമൂർത്തി ഒരു ബാലനാണല്ലോ. ഒരു ബാലന്റെ പാദം കൊണ്ട് 3 അടി മണ്ണ് അളന്നെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ടാകും? അതുകൊണ്ട് മഹാബലി ചോദിക്കുകയാണ്, അങ്ങ് എന്താണ് ഇത്ര ബാലിശമായി പെരുമാറുന്നത്? അങ്ങ് അത്രയ്ക്ക് മൂഢനാണോ? ഈ 3 അടി മണ്ണ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഈ ഭൂമി മുഴുവൻ എടുത്തോളൂ. ഇങ്ങനെ ഒരു അഹങ്കാരത്തോടു കൂടി, അല്ലയോ ഭഗവാനെ, അങ്ങയെ തീരെ വിലയില്ലാത്തവനെ പോലെയാണല്ലോ മഹാബലി അങ്ങയോട് സംസാരിച്ചത്. ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ് 3 പാദം കൊണ്ടും പൂർത്തിയാക്കാൻ പറ്റാത്ത ആ വാമനമൂർത്തിയുടെ മുന്നിൽ മഹാബലി അങ്ങേക്ക് നാണം കെടേണ്ടി വന്നത്. ഭഗവാന്റെ ആക്ഷേപ വാക്കുകൾ കേൾക്കേണ്ടി വന്നതും ബന്ധനസ്ഥനായതുമെല്ലാം ഈ അഹങ്കാരം കൊണ്ട് തന്നെയാണ്. ഇവിടെ മേൽപ്പത്തൂർ വരാനിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. വാസ്തവത്തിൽ മഹാബലി ആക്ഷേപങ്ങൾ സഹിക്കാൻ അർഹതയുള്ള ഒരാളല്ല. അദ്ദേഹത്തിന്റെ തുറന്ന മനസ്സ് കാണിച്ചുവെന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഭഗവാന്റെ ഒരു കരുണയുണ്ട്. ഭഗവാൻ മഹാബലിയുടെ അഹങ്കാരത്തെ നിശേഷമായും ഇല്ലാതാക്കാനാണ് ഉദ്ദേശിച്ചത്. ആ അഹങ്കാരത്തെ വേരോടെ പിഴുതെറിയാനാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം മഹാബലിക്ക് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ അല്ലാത്തതെല്ലാം നമ്മുടേതാണെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ ഒരു വലിയ കാര്യമാണ് നാം ഈ മഹാബലിയുടെ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത്. മഹാബലി വാമനമൂർത്തിക്ക് ആ 3 അടി മണ്ണ് ദാനം ചെയ്യാൻ ഒരുങ്ങുന്നതും ശുക്രമഹർഷി മഹാബലിയെ വിലക്കുന്നതുമാണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പാദത്രയ്യായ ദിനമുദിതോ വിഷ്ടപൈർനാപി തുഷ്യേത് ഇത്യുക്തേസ്മിൻ വരദ ഭവദേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാർത്ഥം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാഭഭാഷേ. ഇങ്ങനെ 3 അടി മണ്ണ് കൊണ്ട് എന്താകാനാണ്? ഈ ഭൂമി മുഴുവൻ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ മഹാബലിയോട് വാമനമൂർത്തി പറയാണ്, ഈ 3 അടി മണ്ണ് കൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്. ഈ 3 അടി മണ്ണ് കൊണ്ട് ഞാൻ സന്തുഷ്ടനായില്ലെങ്കിൽ ഈ 3 ലോകങ്ങൾ ലഭിച്ചാലും ഞാൻ സന്തുഷ്ടനാകുകയില്ല എന്നുള്ള വലിയൊരു തത്വമാണ് നമുക്ക് വാമനമൂർത്തി മനസ്സിലാക്കി തരുന്നത്. പൂന്താനം ജ്ഞാനപ്പാനയിൽ പറഞ്ഞതുപോലെ 10 കിട്ടിയാൽ 100 മതിയെന്നും 100 കിട്ടിയാൽ 1000 വേണമെന്നും 1000 കിട്ടിയാൽ 10,000 വേണമെന്നും ആഗ്രഹിക്കുന്ന മനസ്സാണ് മനുഷ്യൻ്റേത്. നമ്മൾ എപ്പോഴും ആഗ്രഹങ്ങളുടെ പിറകെ പോകുന്നവരാണ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ല. നാം എന്തൊക്കെ നേടിയാലും ഇനിയും നേടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യന് സന്തോഷിക്കാൻ സമയമില്ല. എല്ലാം നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് എപ്പോഴും. അതിൽ മനുഷ്യൻ സന്തോഷിക്കാൻ മറന്നുപോകുന്നു. നമ്മുടെ ആഗ്രഹങ്ങളുടെ പരിധി നാം തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതിനൊരു പരിധി നിശ്ചയിച്ച് അതിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഉള്ളത് കൊണ്ട് നാം സന്തോഷിക്കാൻ പഠിക്കണം. ഇതാണ് വാമനമൂർത്തി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്രകാരം വാമനമൂർത്തിക്ക് ഈ 3 അടി മണ്ണ് മാത്രം മതി എന്ന് മനസ്സിലാക്കിയ മഹാബലി ആ ഭൂമിദാനത്തിനായി ഒരുങ്ങുകയാണ്. ഭൂമിദാനം ചെയ്യുന്നതിന് മുമ്പ് ജലദാനം ചെയ്യുക എന്നൊരു വ്യവസ്ഥയുണ്ട്. അതിനായി മഹാബലി ഒരുങ്ങിയപ്പോൾ, അലയോ ഭഗവാനെ, ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, അലയോ ഭഗവാനെ, അങ്ങേക്ക് മഹാബലിയെ പരീക്ഷിച്ചത് മതിയായില്ലെന്ന് തോന്നുന്നു. ഇവിടെ ജലദാനം ചെയ്യാൻ ഒരുങ്ങുന്ന മഹാബലിയോട് ശുക്രമഹർഷി പറയുകയാണ്, അരുത്, കൊടുക്കരുത്, കൊടുക്കരുത്. ഇത് മഹാവിഷ്ണുവാണ് വന്നിരിക്കുന്നത്, ഹരിയാണ് വന്നിരിക്കുന്നത്, ദേവന്മാരെ സഹായിക്കാനാണ് വിഷ്ണു വന്നിരിക്കുന്നത്. നീ ഇപ്പോൾ ഈ ജലദാനം ചെയ്താൽ നിനക്കുള്ളതെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് നീ ജലദാനം ചെയ്യരുത് എന്ന് പറഞ്ഞ് മഹാബലിയെ ശുക്രമഹർഷി തടയുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ മേൽപ്പത്തൂർ പറയാണ്, ഇതെല്ലാം ഭഗവാന്റെ അവിടുത്തെ പ്രേരണ കൊണ്ടാണല്ലോ, അങ്ങ് മഹാബലിയെ ഒന്നുകൂടി പരീക്ഷിക്കുകയാണല്ലോ എന്ന്. ശുക്രമഹർഷി ശപിച്ചിട്ട് പോലും മഹാബലി തൻ്റെ സർവസ്വവും ഭഗവാന് സമർപ്പിക്കുന്നു. അതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ. യാചത്യേവം യദി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയത്വയ പൂർവം. ഇപ്രകാരം വിഷ്ണുവാണ് വന്നിരിക്കുന്നത് എന്ന് തൻ്റെ ഗുരുവായ ശുക്രമഹർഷിയിൽ നിന്ന് മഹാബലി കേട്ടപ്പോൾ മഹാബലി അതീവ സന്തുഷ്ടനായി തീർന്നു. മഹാബലി പറഞ്ഞു, എല്ലാവരും ഏതൊരു ഭഗവാനെ ആരാധിച്ച് വരം യാചിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ തൻ്റെ അടുക്കൽ വന്ന് തന്നോട് യാചിക്കുമ്പോൾ ഇതിൽ പരം മഹത്തായ എന്തൊരു സ്ഥാനമാണ് എനിക്ക് നേടാനുള്ളത്. എൻ്റെ ആഗ്രഹമെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് മഹാബലി ശുക്രമഹർഷിയോട് ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. മഹാബലിയുടെ ഈ ഉറച്ച തീരുമാനം കേട്ട് ശുക്രമഹർഷി മഹാബലിയെ ശപിക്കുകയാണ്. എൻ്റെ വാക്കു കേൾക്കാത്ത നീ സർവ്വ ഐശ്വര്യങ്ങളിൽ നിന്നും ഭ്രഷ്ടനായി തീരട്ടെ എന്ന്. എന്നിട്ടും മഹാബലി സത്യലംഘനം ചെയ്തില്ല. ഉടൻ തന്നെ മഹാബലിയുടെ പത്നി വിന്ധ്യാവലി കാൽ കഴുകിക്കാനുള്ള പാദ്യം കൊണ്ടുവന്നു കൊടുത്തു. അങ്ങനെ മഹാബലി തൻ്റെ സർവസ്വവും ഉദകപൂർവം ഭഗവാന് ദാനവും ചെയ്തു. ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, തനിക്ക് സർവനാശം വരുമെന്നറിഞ്ഞിട്ടും സത്യം കൈവിടാതെ ലോകം മുഴുവൻ ദാനം ചെയ്യുക എന്നത് അത്ഭുതം തന്നെയാണ്. ഇങ്ങനെ സർവ്വ ഐശ്വര്യങ്ങൾ നശിക്കുമെന്നറിഞ്ഞിട്ടും വാക്കുമാറ്റാനായി പലതവണ ഗുരു പറഞ്ഞിട്ടും ഗുരുവിന്റെ ശാപമേറ്റിട്ടും കൂടി സത്യം കൈവിടാതെ ഈ ലോകം മുഴുവൻ ദാനം ചെയ്ത ആ മഹാബലിയുടെ ഭക്തി ശ്രേഷ്ഠതയെ വിചാരിച്ച് മേൽപ്പത്തൂർ ഇവിടെ അത്ഭുതപ്പെടുകയാണ്. അടുത്തതായി ഭഗവാന്റെ വിശ്വരൂപം, ആ ത്രിവിക്രമ രൂപം സ്വീകരിക്കുന്നതാണ് 6-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. 6-ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ഭാഗത്ത് കേൾക്കാം.